ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഇന്ന് 4-ാം ദിവസമാണ്. 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ തമ്പുരുവിന് ഒരു നേർച്ചയുണ്ട്. അത് ഉത്സവത്തിനാണ് ആ നേർച്ച നടത്തുന്നത്. 10-ാം ഉത്സവത്തിനാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ സദ്യയും പിന്നെ വൈകിട്ട് ഘോഷയാത്രയും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോവുകയും പൂരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റില്ല. എക്സാമാണ്. പിന്നെ അതുപോലെ ഇടദിവസം ആയതുകൊണ്ട് തമ്പുരുവിന് സ്കൂളിലൊക്കെ പോകണം. അതുകൊണ്ട് നമ്മൾ ഉത്സവത്തിന് പോകുന്നില്ല. ഈ നേർച്ച എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോവുകയാണ്. അത് 4-ാം ദിവസമായ ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലച്ചുവിനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അത് നടത്താമെന്ന് വിചാരിച്ചു. നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഒരുങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെയും കൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. നമുക്കിവിടെ രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു. 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പം 5 മണി കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോകുന്തോറും മഴയുടെ അളവൊക്കെ കുറഞ്ഞ് നിൽക്കുകയാണ്. ചെറിയ ചാറ്റലൊക്കെ ഉള്ളൂ. ഇറങ്ങിയപ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്കൊക്കെ മണിക്കൂറോളം നീണ്ടു നിന്ന മഴയായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ മഴയൊന്നുമില്ല, ഭയങ്കര മഴക്കോളൊക്കെയാണ്, പക്ഷെ മഴയൊന്നും പെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് നേരെ കോവിലിലേക്ക് പോകണം. വീട്ടിൽ എത്തിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന തുണികളൊക്കെ പറക്കി വീട്ടിനകത്ത് വെച്ചു. ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അമ്മയും വിളിച്ച് ഞങ്ങൾ വീണ്ടും ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഒരു 6:45 ആയിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് അവിടെ നിന്നോളൂ. അതിനുശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 അമ്പലത്തിലും കയറി നല്ലതുപോലെ തൊഴുതിറങ്ങാൻ പറ്റും. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. ഉത്സവത്തിൻ്റെ അന്നാണ് ഭയങ്കര തിരക്ക്. റോഡൊക്കെ നിറഞ്ഞ ആളുകളുള്ളത്. ഇപ്പം ആളുകളുണ്ടെങ്കിലും വലിയ തിരക്കൊന്നുമില്ല. വന്ന് തൊഴാനും പിന്നെ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആ പരിപാടിയൊക്കെ കാണാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളു. ഒരുപാട് ആളൊന്നുമില്ല. താഴെ അമ്പലത്തിൽ കടകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് വണ്ടി ഇടാൻ പറ്റിയില്ല. മേലെ അമ്പലത്തിൻ്റെ പുറകുവശത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതുവഴിയാണ് അങ്ങ് അകത്ത് കയറിയത്. പിന്നെ നമ്മൾ പറയിടുന്നതിന് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ലായിരുന്നു. അത് അമ്പലത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതിനും കൂടെ റെസിപ്റ്റ് എഴുതണം. അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. താഴെ സ്റ്റെപ്പിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ കൈകൊട്ടിക്കളി നടക്കുന്നത് കൊണ്ടാണ് റോഡിലൊന്നും ആളെ കാണാഞ്ഞത്. ഇവിടെ വന്നപ്പോൾ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. പരിപാടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പരിപാടിയൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ പരിപാടി കണ്ടതിന് ശേഷം നമ്മൾ താഴെ അമ്പലത്തിലേക്ക് പിന്നെ അങ്ങ് പോയി. ഇവിടെ നിന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്പലം നടയൊക്കെ അടയ്ക്കും. അതുകൊണ്ട് ഒരുപാട് അവിടെയൊക്കെ തൊഴണം, മേളിൽ വന്ന് തൊഴണം. അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ പറയുണ്ടായിരുന്നു, ഒരു പറയൊക്കെ ഇടണമായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങ് താഴെ വന്നു. അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് ഞങ്ങളിങ്ങ് ആദ്യം ഇങ്ങ് ഇറങ്ങി ചിറയിലൊക്കെ നോക്കി. അവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അമ്മ റെസിപ്റ്റൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇത് താഴെ അമ്പലത്തിലെ കൊടിമരത്തിൻ്റെ അവിടെയാണ് ഒരു പറയാണ് ഇടുന്നത്. ഇത് എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ നിന്ന് ഇടാറുള്ളതാണ്. താഴത്തെ അമ്പലത്തിൽ പറയിട്ടിട്ടാണ് മേളത്തെ അമ്പലത്തിലും ഇനി ഇടാനുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. ഈ അമ്പലത്തിൽ തൊഴുത് നമ്മൾ പറയൊക്കെ ഇട്ടു. അതിനുശേഷം മുകളിലത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് പിന്നെ നമ്മൾ അവിടെ നല്ല ലൈറ്റുകളും മുത്തുക്കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാവേ.
അമ്പലത്തിലും കയറി വഴിപാടൊക്കെ നടത്തി തൊഴുതിറങ്ങിയപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന കൈകൊട്ടിക്കളിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നീട് ഞങ്ങളിങ്ങ് വന്ന് നമുക്കുള്ള അമ്പറ എന്ന് പറയുന്ന പറയെടുപ്പ് രാത്രിയിൽ എഴുന്നള്ളത്ത് വന്നിട്ടാണ് ഉള്ളത്. ആനപ്പുറത്ത് എഴുന്നള്ളത്തുണ്ട്. അത് കഴിഞ്ഞ് 2 ആനയും കൂടെ നിന്നുകൊണ്ടാണ് പറയെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുവരെ ഇനി കാത്തിരിക്കണം. കുറച്ച് സമയം കഴിയും. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാലേ അതുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അവിടെ ഇരുന്ന് ചൂട് കപ്പലണ്ടിയൊക്കെ മേടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും എഴുന്നള്ളത്തിനുള്ള സമയമായി. ആനപ്പുറത്ത് എഴുന്നള്ളത്ത് തുടങ്ങി. രണ്ടിടത്തും ഒരേ സമയത്താണ് എഴുന്നള്ളത്ത് നടക്കുന്നത്. താഴെ അമ്പലത്തിൽ നിന്ന് ആന എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഭഗവാനെയും കൊണ്ട് മുകളിൽ കയറി വരും. അപ്പോൾ 2 ആനയും കൂടെ നിന്നാണ് നമ്മൾ ഇനി പറയെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ താഴെ അമ്പലത്തിൽ നിന്ന് ആന കയറി വന്നു. അങ്ങനെ നമ്മൾ ഇനി പറയിടാൻ പോവുകയാണ്. തമ്പുരുവിനെ കൊണ്ടാണ് പറയിടുന്നത്. 5 പറയാണ്. അപ്പോൾ 5 ഐറ്റം സാധനങ്ങളാണ് നടക്കുന്നത്. അമ്പറ എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യം നെല്ല്, അവില്, മലര്, ശർക്കര, പഴം ഇതൊക്കെയാണ് ഇടുന്നത്. ആദ്യം നെല്ല് 3 വട്ടം വാരി ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും 3 വട്ടം ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും കുറേ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വാരിയിടണം. അപ്പോൾ അവൾക്ക് തനിയെ അത് വാരിയിടാൻ ഭയങ്കര പാട്. അതുകൊണ്ട് ഞാൻ അവളുടെ കൈ കൊണ്ട് തന്നെ വാരി പെട്ടെന്ന് ഇടുവാണ്. അങ്ങനെ പറയെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ഇപ്പോഴേ പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇനി കുറേ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ വാങ്ങി കൊടുത്തിട്ടേ ഇനി നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ആദ്യം അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തു. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് സ്പ്രിംഗ് പൊട്ടറ്റോ ആണ് പറഞ്ഞത്. അത് വാങ്ങി എല്ലാവർക്കും കൊടുത്തു. ഇവരൊക്കെ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു. ഞാനും ആദ്യമായിട്ട് തന്നെ കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കഴിക്കാൻ. അങ്ങനെ പിന്നെ അപ്പുറത്ത് വേറെ ഓരോരോ ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാൻ. എന്തായാലും അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനം മേടിച്ചു തരാം. പക്ഷേ ഐസ്ക്രീം മാത്രം മേടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം തമ്പുരുവിനൊക്കെ പനിയായിരുന്നു. മരുന്നൊക്കെ മേടിച്ച് മരുന്നും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. അതുകൊണ്ട് ഐസ്ക്രീം ഒഴിച്ച് ബാക്കി എല്ലാം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇനി വാങ്ങിക്കൊടുത്ത് ഇനി കഴിച്ചിട്ടൊക്കെ ഇനി വീട്ടിലോട്ട് പോകുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ അമ്പലത്തിൽ കുറച്ച് കടക്കാരേ ഉള്ളൂ. താഴെ അമ്പലത്തിൽ ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ കടയൊക്കെ ഉണ്ട്. അനില ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെയും കൂടെ പോയേനെയായിരുന്നു. ഇപ്പം ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. ഇവരെ വിളിച്ചപ്പോൾ ഇവർക്ക് വയറൊക്കെ നിറഞ്ഞ് ഇവർക്ക് മതി നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അനില ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അനിലയും കൂടെ അവിടെയും കൂടെ കടയിൽ പോയി അവിടെ എല്ലാം നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിയേനെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.